ഹലോ, ഗുഡ് മോർണിംഗ്. എന്നത്തെ പോലെ പതിവ് പോലെ ഞാൻ എൻ്റെ അരി കഴുകി അടുപ്പത്തിട്ടു കേട്ടോ. അരി അടുപ്പത്തായി. ഇനി ഞാൻ എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്യട്ടെ. എല്ലാവരും നേരത്തെ എണീറ്റ് ഉഷാറായി ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വയ്യായ ക്ഷീണമൊക്കെ മാറിപ്പോകും. നമുക്ക് പറ്റുന്ന ആരോഗ്യത്തിൽ നമ്മൾ എണീറ്റ് നമ്മുടെ ബോഡീനെ ബലപ്പെടുത്താനാണ് നമ്മൾ നേരത്തെ എണീക്കുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ ഞാൻ എണീക്കുന്നത് 6 കഴിഞ്ഞിട്ട് ഞാൻ എണീക്കുന്നുള്ളൂ. അത് നിങ്ങളൊരു സമയം ഇതാവണത്. നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയാണ് വിറക്, പുളിയുടെ വിറക് കേട്ടോ. പക്ഷേ ഈ പച്ച വിറകാണ് കിട്ടിയത്. പുളിയുടെ വിറകിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പുളിയുടെ വിറക് നന്നായി കത്തിയിട്ട് കണ്ടോ. നല്ല ചൂടാണ് താനും. അങ്ങനെ കഞ്ഞി നമ്മുടെ തിളക്കട്ടെ കേട്ടോ. ഞാനിന്ന് നേരത്തെ ചായ കുടിച്ചു കേട്ടോ. കഞ്ഞി തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാര്യങ്ങൾ വെള്ളപ്പം 2 ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളപ്പം ഞാൻ ചൂടാക്കാൻ വിചാരിച്ചിരുന്നു. രാവിലത്തേക്ക് ഒരു വട്ടയപ്പം ഉണ്ടായിരുന്നു. അതൊന്ന് രാവിലെ തന്നെ ഫുഡ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ആ പാത്രങ്ങളൊക്കെ കഴുകി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. നമുക്കിപ്പോൾ നല്ലൊരു കാലാവസ്ഥ വന്നു തുടങ്ങിയില്ലേ. വൃശ്ചികത്തിൻ്റെ ഒരു നല്ലൊരു കാലാവസ്ഥയായി. ഇപ്പോൾ കണ്ട എൻ്റെ കൊക്കിപ്പൂവിൻ്റെ ചെടിയൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞു. എൻ്റെ ലില്ലിപ്പൂവ് നാശമായി പോണ്. അപ്പോൾ ഞാനതൊക്കെ പറിച്ച് കളഞ്ഞു. ഈ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ വാങ്ങിക്കണം. എനിക്ക് പച്ചപ്പ് പോയി നിൽക്കുന്നത്. കപ്പലണ്ടി പിണ്ണാക്കും ചാണകവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ പച്ചപ്പ് കൂടണം കേട്ടോ. നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട് കണ്ടോ, അത് വിൽക്കാട്ട് ഇറങ്ങണ വീടാണ് കേട്ടോ. പുതിയൊരു വീടാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം കാണിച്ചു തരാം. വിൽക്കാനായിട്ടിട്ട് ഇറങ്ങണ വീടാണത്. തിരൂരിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. നല്ലൊരു വീടാണ് കേട്ടോ. പിന്നെ നമുക്ക് നേരത്തെ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഉഷാറ് കിട്ടും അല്ലേ. ഇത് ഞാൻ എൻ്റെ ചെടികളുമല്ല പൂക്കൾ ഇവരൊക്കെ ഉഷാറായിട്ടാണ് നിൽക്കണം കണ്ട. നല്ല ചെറിയ നിൽക്കുന്നത്. ഈ വെള്ളപ്പൂ പിന്നെ കണ്ടമാനം ഉണ്ടാവും. അതെല്ലാവരും വീട്ടിലൊരു വിധം ഉള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ റോസ് അടിപൊളിയായിട്ട് പൂവുണ്ട്. സൂപ്പറായിട്ട് പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മഞ്ഞവളല്ലേ, ഇവർക്ക് ചാണകവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത്തിരി ഇതായിട്ട് ഇറങ്ങണം. ചാണകവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ദിവസമായി കാരണം നമ്മുടെ ഈ ഡെനിയും കണ്ട കട മൂത്ത് വന്നപ്പോൾ അലിയില്ല, പൂക്കൾ മാത്രം കണ്ട. നല്ല രസമായില്ലേ, നല്ല ഭംഗിയുണ്ടിട്ടാണ്. അങ്ങനെ എന്നിട്ടാണ് അല്ലേ ദേ വന്നു. അമ്മേര് പിന്നാലെ ഉണ്ണി വന്നു. പിന്നാലെ ഉണ്ണി വന്നു. പിണ്ടാപ്രാണികളായി ഇവരാണ് നമുക്കൊരു ഇഷ്ടം. അവർ നമുക്ക് അകത്തേക്കൊക്കെ വരുമ്പോൾ ഒരു ശല്യം തന്നെയാണ്. പക്ഷെ എന്തോ ഒരാളുകൾ അകത്തിട്ടിട്ട് നായാനി ആയാലും 5-8 നായാനിയൊക്കെ അകത്തിട്ട് വളർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഈ പൂച്ചയുടെ ഒരു 3-4 ആൾക്കാർക്ക് അസ്വസ്ഥതയൊക്കെ ഇന്നും വീഡിയോ കാണുമ്പോണ്ടെന്ന് എനിക്കറിയാം. ഒരു അമ്മി ഇരിക്കണേണ്ട. ഈ അമ്മ എല്ലാവരും തല്ല ഉണ്ണിക്ക് വേണ്ടിയിട്ട് കുറുമ്പത്തി പെൺകുട്ടിയായിരിക്കും വേണ്ടി കന്താരി പിന്നെ കറി വയ്ക്കാനായിട്ട് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കറി വയ്ക്കുന്നത് പരിപ്പും പിന്നെ ഞാൻ വെള്ളരിക്ക തുരികളങ്ങ് വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക ഒരു ശരം തേങ്ങ അരച്ച് കടുക് പൊട്ടിക്കാന്ന് വെച്ചിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ വാങ്ങിയിരിക്കുന്നില്ല. ഇന്ന് 4 കഷ്ണം ഇട്ട് കൊടുത്തൊരു പുളിയായി. അപ്പോൾ നമ്മുടെ പരിപ്പും വെള്ളരിക്ക് മാങ്ങ ഇന്നത് എൻ്റെ കറിയിട്ട്. പിന്നെ ഇന്നലത്തെ മീൻ കൂട്ടാൻ്റെ കുറച്ചുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ കഴിക്കാമെന്ന് വെച്ചിട്ടുള്ള. പിന്നെ പപ്പടം ഇരിക്കുന്നുണ്ട്, 2 പപ്പടം മറക്കാം. ഓക്കെ, അതേ നമ്മുടെ പരിപ്പ് കറി വെന്തു, ചോറ് വെന്തു. പിന്നെ ഞാൻ പരിപ്പ് കറിയിരിക്കുന്നത് പപ്പടം വറുത്തു. പിന്നെ മീനിൻ്റെ കുറച്ച് കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോഴിയുടെ ഒരു ഗ്രേവിൻ്റെ അതൊക്കെയാണ് അപ്പം ഇന്നത്തെ എൻ്റെ വിഭവം. ഇതൊക്കെ കൊണ്ട് ഞാൻ ജോലിക്ക് പോട്ടെ കേട്ടോ. ഓക്കേ, അപ്പോൾ എല്ലാവർക്കും ബായ്. ഞാൻ ജോലിക്ക് പോട്ടെ കേട്ടോ. ലീജോ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് പോട്ടെ. ബായ്, ജോലിക്ക് പോട്ടെ. കാല് ചെറിയ വേദന മാറുന്നില്ല, വിട്ടിട്ട് എന്താണെന്നറിയില്ല. അപ്പോൾ ഓക്കെ ബായ്. എല്ലാവരും നല്ലവരെ എന്താ പറയുക, സുഖമുള്ളവരായിട്ട് എല്ലാ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങുക. പറ്റുന്ന ജോലികൾ നമ്മൾ ചെയ്യുക. കണ്ണറക്കണ്ണിന് തന്നാലായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വിജയം കിട്ടും. ഓക്കെ, ബൈ ട്ടാ.